പ്രൈസ് ദി ലോർഡ്. ഓരോ ദിനവും കർത്താവ് നമ്മെ പരിപാലിക്കുന്ന നല്ല കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവവികുലങ്ങളെ കൊണ്ട് ഓരോ ദിനവും കടന്നു പോകുമ്പോൾ പ്രിയരെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. നമുക്ക് ഇന്ന് പലരുടെയും കണ്ണ് ഇതുപോലെ അടഞ്ഞിരിക്കുക. കൂടെ നടക്കുന്നവരാരെന്നോ കൂടെ ഉള്ളവരാരെന്നോ ഒന്നും മനസ്സിലാക്കാതെ ഹല്ലേലൂയ ആയിത്തീർന്നിരിക്കുക. ഇവിടെ എലീശ ഗേഹസിയുടെ കണ്ണ് തുറക്കുവാൻ വേണ്ടി, അവനൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പറയുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ ഗേഹസി നോക്കുമ്പോൾ എന്താ? ഹല്ലേലൂയ, അവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവിടെ എലീശ പറയുകയാണ്, നീ പേടിക്കേണ്ട. ഹല്ലേലൂയ, നമ്മോട് കൂടെയുള്ളവർ, ഒരു ദൈവ പൈതലിന്റെ കൂടെ, ഹല്ലേലൂയ, മറ്റു സൈന്യത്തെക്കാൾ അധികം ആൾക്കാരാണ് പ്രിയ മക്കളെ. അത് കാണണമെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ അകക്കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ. യഹോവ വാലിക്കാരന്റെ കണ്ണു തുറന്ന് എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. യഹോവ കണ്ണു തുറക്കുമ്പോൾ ഇതുപോലെയാ കാണുന്നത്. ഹല്ലേലൂയ. എന്താണ് കണ്ടത്? ബാലിക്കാരന്റെ കണ്ണ് യഹോവ തുറന്നപ്പോൾ എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ കണ്ണുകൾ ഈ ദിവസങ്ങളിൽ തുറക്കണം. നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കൂ, 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ കരുതുന്ന അപ്പൻ ഹല്ലേലൂയ കൂടെയുണ്ട്. ഹല്ലേലൂയ. ബാല്യക്കാരന്റെ കണ്ണു തുറന്നപ്പോൾ അവന് ചിലതൊക്കെ കാണുവാൻ സാധിച്ചു. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് സങ്കീർത്തനം 40-ന്റെ 6-ാം വാക്യത്തിൽ നോക്കുമ്പോൾ കാത് തുറന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഹല്ലേലൂയ. ഇന്നെന്താന്ന് പലതും കേൾക്കേണ്ടത് കേൾക്കാതെയും, അതായത് കേൾക്കണ്ട എന്നുള്ളത് കേൾക്കുകയും ചെയ്യുന്ന ആ സമയം, അതുപോലെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. കേൾക്കണം, ഇത് നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. നിങ്ങളുടെ ഹല്ലേലൂയ മറ്റുള്ളവരോടും ഇത് പറയണമെന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ മറ്റുള്ളവരോട് പറയുകയോ അത് കേൾക്കുവാൻ വേണ്ടി നമ്മൾ ഹല്ലേലൂയ വേണ്ടും പോലെ കാത് തുറക്കുകയോ ചെയ്യുകയില്ല. ഹല്ലേലൂയ. ഇവിടെ പറയണ, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹല്ലേലൂയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അധരം തുറക്കുന്നതായിട്ട്. ഹല്ലേലൂയ. അതെന്തിനാ? സ്തുതിയെ വർണ്ണിക്കുവാനാ. ഹല്ലേലൂയ. സങ്കീർത്തനം 51-ന്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അധരങ്ങളെ തുറക്കുന്ന എന്തിനാ? കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അപ്പനെ കുറിച്ച് പറയുവാൻ, യേശു എനിക്ക് വലിയവനെന്ന് പറയുവാനാണ്. ഹല്ലേലൂയ. നമ്മുടെ അധരങ്ങളെ തുറക്കണം, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണം, എപ്പോഴും കർത്താവിന് നന്ദിയുള്ളവരായി തീരണം. ഹല്ലേലൂയ. ഏതു നേരത്തും നമ്മളെ കർത്താവിന് ഹല്ലേലൂയ നന്ദി പറയുന്നവരായി, കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കിളിവാതിൽ തുറന്നതായിട്ട്. ഹല്ലേലൂയ. അതെന്തിനാ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദാനിയേല് കിളിവാതിൽ തുറന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ന്റെ 10 പറയുന്നുണ്ട്, എന്നാൽ രേഖ എഴുതി
എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഇന്ന് കിളിവാതിലുകൾക്ക് എന്തിനാണ് തുറക്കുന്നത്? നാം തന്നെ ഒന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, ഹല്ലേലൂയ. അവനെതിരായിട്ട്, ദാനിയേലിനെതിരായിട്ട് രേഖ എഴുതിയിരിക്കുന്നതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ, യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് ഹല്ലേലൂയ താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ ഹല്ലേലൂയ ദൈവസന്നിധി മുട്ടുകുത്തി. പ്രിയ മക്കളെ, നമുക്ക് ചുറ്റും ഹല്ലേലൂയ പല ഹല്ലേലൂയ വേണ്ടാത്തതൊക്കെ പറയുമ്പോഴും ഹല്ലേലൂയ നാം മാറിപ്പോകല്ല. യഹോവയുടെ സന്നിധി മുട്ടുകുത്തി കർത്താവിനോട് നമ്മൾ പറയണം. ഹല്ലേലൂയ, കർത്താവേ, എൻ്റെ ഹല്ലേലൂയ കാര്യങ്ങൾ അറിയുന്നത് അപ്പനാണെന്നും പറഞ്ഞ് യേശു അപ്പൻ്റെ കാര്യങ്ങളിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ സമർപ്പിക്കണം. ഹല്ലേലൂയ. യെരൂശലേമിനെതിരെ ഹല്ലേലൂയ ഈ ദാനിയേല് മുട്ടുകുത്തിയപ്പോൾ, കിളിവാതിൽ തുറന്ന് മുട്ടുകുത്തിയപ്പോൾ അവന്റെ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് മറുപടി ലഭിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ നോക്കുമ്പോൾ വചനം ഉൾക്കൊള്ളുവാൻ വേണ്ടി ഹൃദയം തുറന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, തുയഥൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടേനെ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ. ഇന്ന് എത്രമാത്രം വചനം കേൾക്കുന്നുണ്ട് പ്രിയ മക്കളെ? വേണ്ടും പോലെ നിങ്ങളുടെ ഹൃദയം തുറക്കുന്നുണ്ടോ കർത്താവിന് വേണ്ടി? ഹല്ലേലൂയ. അപ്പന്റെ വചനം കേൾക്കുവാൻ വേണ്ടി വേണ്ടും പോലെ നമ്മൾ ഹല്ലേലൂയ ഹൃദയം തുറന്നു കൊടുക്കുന്നുണ്ടോ? ഇവിടെ നോക്കൂ, ലുദിയ ഹല്ലേലൂയ പൗലോസ് സംസാരിച്ചത് കേൾക്കുവാൻ വേണ്ടി ഹല്ലേലൂയ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദിവസങ്ങൾ ദൈവത്തിന്റെ വചനം നാം ഉൾക്കൊള്ളുന്നവരായി തീരണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്ക്, ശുശ്രൂഷയ്ക്കായിട്ട് വാതിൽ തുറന്നു കൊടുത്തതായിട്ട് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ന്റെ-12-ാം അധ്യായത്തില് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ത്രോവാസിൽ വന്നപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി വാതിൽ തുറന്നു കിട്ടി. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ വചനത്തെ അറിയിക്കുവാൻ വേണ്ടി, അപ്പന്റെ വചനം കേൾക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നാം വാതിൽ തുറന്നു കൊടുക്കുകയും നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുകയും നമ്മുടെ അതരം അതിനു വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിലെ 7-8 വാക്യങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരെ സഹായിക്കുവാൻ കൈ തുറന്നു കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ നമുക്കുള്ളത് മതി. പ്രിയ മക്കളെ, ഉള്ളത് കൊടുത്ത് സഹായിക്കുവാൻ നാം താല്പര്യം കാണിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം, നമ്മുടെ അതരം, നമ്മുടെ ചെവി ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ വാതിലുകൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്ക. നാം മറ്റുള്ളവരെ ഒന്ന് സഹായിക്ക. മറ്റുള്ളവരുടെ വചനം മറ്റുള്ളവരോടൊന്ന് പറ. പ്രിയ മക്കളെ, അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അനേക ജീവിതങ്ങൾ കർത്താവിന്റെ വചനം
കേട്ടിട്ടും ഹല്ലേലൂയ കേൾക്കാതെ നടക്കുന്നവരുണ്ട്. അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ദൈവപ്രവൃത്തി അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ കുറിച്ച് അനേകർ അറിയട്ടെ. പ്രിയ മക്കളെ, കർത്താവ് ആരെന്ന് മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് ഞങ്ങളുടെ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പുതുതായിട്ട് തുറന്നു കൊടുക്കുവാൻ പലതും ഉള്ളപ്പോൾ ഹല്ലേലൂയ വേണ്ടും പോലെ അത് ഹല്ലേലൂയ ചെയ്തു കൊടുക്കുവാനുള്ള നല്ലൊരു മനസ്സ് ഓരോ മക്കൾക്കും ദൈവം കൊടുക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. അനേക ജീവിതങ്ങളിൽ നാളുകൾ യേശുവിനെ അറിയട്ടെ. എൻ്റെ അപ്പന് വേണ്ടി ജീവിക്കുവാനിടയാകട്ടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.